വെൽക്കം ടു ടൂസ് ഓൺ ബോർഡ്. ഇന്നത്തെ വളരെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനുള്ളത് കസ്കസിനെ പറ്റിയാണ്. ഞാനൊരു ന്യൂസ് കേട്ടത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് കസ്കസ്. പ്രധാനമായിട്ട് നമ്മുടെ ലൈം ജ്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കറി പൗഡറിലെ കുറച്ച് സീഡ്സിലൊക്കെ ബേക്കറിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കസ്കസുമായിട്ട് ഒരു ട്രാവലർ UK പോകുമായിരുന്നു. ട്രാൻസിറ്റ് ദുബായിലായിരുന്നു. ദുബായിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ആളെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്നുള്ളതാണ്. അവിടെ 20 വർഷം ജയിൽ ശിക്ഷ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കസ്കസ് എന്നുള്ളത്. അങ്ങനെ പല രാജ്യത്തും പല സാധനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ട് ആ രാജ്യത്തൂടെ പോവുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ ഇറങ്ങിയോ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ആ രാജ്യത്ത് എന്തൊക്കെയാണ് നിരോധിച്ച സാധനങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചെന്നിട്ട് ജയിലിൽ അകപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ കസ്കസ് നിരോധിച്ച രാജ്യങ്ങൾ സിംഗപ്പൂര്, തൈവാന്, സൗദി, UAE ഈ രാജ്യങ്ങളിൽ നിരോധിച്ചതാണ്. കാരണം ഇത് നർക്കോട്ടിക് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് ഈ കസ്കസ് എന്നുള്ളത്. ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് മോർഫിൻ ഉള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കാനുള്ള എക്സ്ട്രാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നിരോധിച്ച സാധനങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലെ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള നമുക്ക് അറിയത്തില്ലാത്തുള്ള സാധനങ്ങൾ മനഃപൂർവ്വം നമ്മളത് ഒഴിവാക്കും. ഈ കസ്കസിൻ്റെ വേറൊരു പേരാണ് പോപ്പി സീഡ് എന്നുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കസ്കസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണമെന്നില്ല എല്ലാ ഡീറ്റെയിൽസും. അല്ലെങ്കിൽ പോപ്പി സീഡ് എന്ന പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി, എവിടെയൊക്കെയാണ് ബാൻ ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇതുപോലെ പല സാധനങ്ങളും പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കേസിലാണെങ്കിൽ അവിടെ പിടിച്ച് ജയിലിലിട്ടു. 20 വർഷം ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. ഒരു വക്കീലിനെ പോലും കിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഏകദേശം 10,000 ദിറം കൊടുത്താലേ ഇവർക്ക് വേണ്ടിയിട്ട് വക്കീൽ കോടതിയിൽ ഹാജരായി ഇവർക്കൊരു ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക പോലും ഉള്ളൂ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രതിസന്ധിയിലാണ് ഇങ്ങനെ വളരെ നിസ്സാരമായ നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട് വന്ന് എത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.